പൃഥ്വിരാജ് ധരിച്ചിരിക്കുന്ന വാച്ച് റോളക്സ് എന്ന ബ്രാൻഡിന്റെ സീ ഡെവിലർ ഡീപ് സീ ജെയിംസ് കാമറോൺ എഡിഷൻ വാച്ചാണ്. വാച്ചിന്റെ പേര് പോലെ തന്നെ ജെയിംസ് കാമറോൺ ആഴക്കടലിൽ നടത്തിയ ഒരു ഡീപ് സീ എക്സ്പെഡീഷന്റെ റിസൾട്ടും കൂടിയാണ് ഈ വാച്ച്. മനുഷ്യന് എത്തിപ്പെടാത്ത കടലിന്റെ ആഴങ്ങളിൽ, അതായത് 12,800 ഫീറ്റിൽ ഈ വാച്ച് സർവൈവ് ചെയ്തു. ആഴക്കടലിലെ മർദ്ദത്തെ ചെറുക്കാൻ ഈ വാച്ചിൽ ഹീലിയം എസ്കേപ്പ് വാൾ റോളക്സ് എന്ന ബ്രാൻഡ് കൊടുത്തിരിക്കുന്നു. 7 മണിക്കൂർ നീണ്ട ഡൈവിംഗ് പര്യവേഷണത്തിലാണ് ഈ വാച്ച് റെക്കോർഡ് സൃഷ്ടിച്ചത്. ഇതൊരു 44mm ഓട്ടോമാറ്റിക് മൂവ്മെന്റ് വാച്ചാണ്. ഡയലിന്റെ കളറിന് മുകൾ ഭാഗത്ത് നീല നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു. താഴെയായി ആ കളർ കുറഞ്ഞ് കറുപ്പ് കാണാൻ കഴിയുന്നു. ഇത് ഒരു കടലിന്റെ മുകൾ ഭാഗം മുതൽ താഴെ വരെയുള്ള അല്ലെങ്കിൽ ഒരു ഡീപ് സീ എക്സ്പെഡീഷൻ ആണ് ഈ വാച്ചിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. 70 മണിക്കൂറാണ് ഈ വാച്ചിന്റെ പവർ റിസർവ്. റോളക്സ് വാച്ചിന്റെ വില എത്രയാണെന്ന് അറിയാമോ? 14 ലക്ഷം രൂപ. ഇതുപോലുള്ള വീഡിയോസിന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും ഇനാബിൾ ചെയ്യുക. കിങ് ഓഫ് കൊത്ത മൂവിയുടെ പ്രൊമോഷന്റെ ഭാഗമായി ദുൽഖർ സൽമാൻ വന്നപ്പോൾ ധരിച്ചിരുന്ന വാച്ച് ഓഡ്മൈ സ്പീക്കയുടെ അഥവാ AP-യുടെ കോഡ് 1159 ക്രോണോഗ്രാഫ് വാച്ചാണ്. AP എന്ന ബ്രാൻഡിന്റെ പതിവ് ഡിസൈനിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു വാച്ചാണ് ഇത്. ഈ വാച്ചിന്റെ കേസ് വൈറ്റ് ഗോൾഡ് ആണ്. അവർ മാർക്കേഴ്സ് നോക്കുകയാണെങ്കിൽ പിങ്ക് ഗോൾഡും. AP-യുടെ ഇൻ ഹൗസ് മൂവ്മെന്റ് ആണ് ഈ വാച്ചിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ അവര് തന്നെ മേക്ക് ചെയ്ത വാച്ച് മൂവ്മെന്റ്. 70 മണിക്കൂറാണ് പവർ റിസർവ്. റബ്ബർ കോട്ടഡ് സ്ട്രാപ്പ് ആണ് ഈ വാച്ചിന്റെ മറ്റൊരു ഹൈലൈറ്റ്. ഈ വാച്ചിന്റെ ബക്കിൾ പോലും വൈറ്റ് ഗോൾഡ് ആണ്. 100 അടിയാണ് ഈ വാച്ചിന്റെ വാട്ടർ റെസിസ്റ്റൻസ് കപ്പാസിറ്റി. ദുൽഖർ സൽമാൻ ധരിച്ചിരിക്കുന്ന AP ക്രോണോഗ്രാഫ് വാച്ചിന്റെ വില എത്രയാണെന്ന് അറിയാമോ? ഇന്നത്തെ റീറ്റെയിൽ പ്രൈസ് 40,73,000 രൂപ. ഇതുപോലുള്ള വീഡിയോസിന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും ഇനാബിൾ ചെയ്യുക. ഈ റീലുകളിൽ നമ്മൾ കാണുന്ന സെലിബ്രിറ്റീസുകളുടെ സെലിബ്രിറ്റീനെസ് ഉള്ളവരുടെ, താരങ്ങളുടെ, താരപ്പകിട്ടുള്ളവരുടെ അവരുടെ ലക്ഷറി ആയിട്ടുള്ള ഐറ്റംസിൻ്റെയും അവരുടെ ലക്ഷറി വാച്ചസിൻ്റെയും ഒക്കെ വളരെ വാഴ്ത്തിപ്പാടുന്ന വീഡിയോസുകൾ, വളരെ വാഴ്ത്തിപ്പാടുന്ന റീൽസുകൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. ഇവർക്ക് എങ്ങനെയാണ് ഇത്രയും മുന്തിയ ആഡംബര വസ്തുക്കൾ ഉണ്ടാവുന്നത്? ഇവർക്ക് എങ്ങനെയാണ് ഇത് അണിയാൻ സാധിക്കുന്നത്? ഇത് കുശുമ്പ് കൊണ്ട് പറയുകയാണെന്ന് മേ ബി പറയാം എന്നെക്കുറിച്ച്. അങ്ങനെ കരുതുന്നവർക്ക് അങ്ങനെ കരുതാം. ഇവർക്ക് എങ്ങനെയാണ് ഇത് അണിയാൻ സാധിക്കുന്നത്? നമുക്ക് എന്തുകൊണ്ട് അത് സാധിക്കുന്നില്ല? കഴിവിൻ്റെയോ കഴിവുകേടിൻ്റെയോ ലോകത്തിൻ്റെ പ്രശ്നമല്ലത്. ഇവർ വളരെ വിദഗ്ധമായി, അതിവിദഗ്ധമായി ആദ്യം മുതൽ തന്നെ കലയെ കൊല്ലാക്കൊല ചെയ്യുകയാണ്. കലയെ കൊല്ലാക്കൊല ചെയ്തുകൊണ്ട് ഒരു ബിംബം, ഒരു നായകൻ എന്ന ബിംബത്തെ സൃഷ്ടിച്ചുകൊണ്ട് അവനിൽ ഇല്ലാത്ത കുറേ താരമൂല്യങ്ങളും താരത്തിൻ്റേതായിട്ടുള്ള താരം എന്ന നിലയിലുള്ള കുറേ ആവിഷ്കാരങ്ങളും എല്ലാം കൊണ്ടുവന്നുകൊണ്ട് അവർ കലയെ ഇല്ലായ്മ ചെയ്യുകയാണ്, കലയെ കൊല്ലാക്കൊല ചെയ്യുകയാണ്. ആ കൊല്ലാക്കൊലയിൽ നിന്നും ഉണ്ടായ കൊലച്ചോറാണ് അവരുടെ ആ ആഡംബര വസ്തുക്കൾ എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇതിനി പറയാൻ ആരും ഒരു കമ്മ്യൂണിസ്റ്റ് ആവേണ്ട കാര്യമില്ല. ഇത് പറയാൻ ഒരാൾ ഒരു കമ്മ്യൂണിസ്റ്റ് ആവേണ്ട കാര്യമില്ല. അത് ഒരു ഒബ്സർവേഷനിൽ നിന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇവർ ചെയ്യുന്ന ഈ പരിപാടി, ഈ കലാപരിപാടി നമ്മളുടെ എല്ലാം മസ്തിഷ്കത്തെ ഇവർ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. നമ്മളുടെ മസ്തിഷ്കത്തിൻ്റെ, നമ്മുടെ ഇൻ്റലക്ച്വാലിറ്റിയെ നമ്മുടെ ഇൻഡിവിജ്വാലിറ്റിയെ ഇവർ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാണ് ഇവർ ഹൈജാക്ക് ചെയ്തിരിക്കുന്നത്? അവർ കുറേ അനാവശ്യമായിട്ടുള്ള കുറേ പൊടിക്കൈകൾ ഉപയോഗിച്ചുകൊണ്ട്, കുറേ താരപ്പകിട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ എല്ലാം പണത്തെ കൊള്ളയടിക്കുകയാണ് ചെയ്യുന്നത്. അത് ഏകാധിപത്യ സ്വഭാവം പുലർത്തിക്കൊണ്ട് തന്നെയാണ് ഒരു വ്യക്തിയെ നായകവൽക്കരിച്ചുകൊണ്ട് ആ വ്യക്തിയെ സ്റ്റാർഡം എന്ന ആസ്പെക്റ്റ് വിറ്റുകൊണ്ട് നമ്മളെ എല്ലാം അടിമപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മളുടെ ഭൗതികതയെ അവർ അടിമപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർക്കത് നേടാൻ സാധിക്കുന്നത്. ഇത് മനസ്സിലാക്കുന്ന ഒരു ഇൻഡിവിജ്വൽ ഒരിക്കലും അവൻ്റെ പോക്കറ്റിൽ നിന്ന് പണം അവർക്ക് വേണ്ടി കൊടുക്കുകയില്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളെ എത്രത്തോളം ആണ് അവർ നമ്മുടെ മസ്തിഷ്കത്തെ വഴിതിരിച്ചു വിടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾക്ക് ഉയർന്ന ചിന്താഗതി ഉണ്ടെന്നുണ്ടെങ്കിൽ, ഉയർന്ന ചിന്താഗതി മൂഞ്ചിയ ജീവിതമല്ല പറയുന്നത്, നമ്മളുടെ ചിന്താഗതിയിൽ ഒരു ഉയർച്ച ഉണ്ടാവുകയാണെങ്കിൽ, ഈ ഉയർച്ച എന്നതിനൊരു സബ്ജക്റ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.
ആ നമ്മൾ ചിന്താഗതിയിൽ നിന്ന് ഉയരുക എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി നമ്മൾ അതിൽ നിന്ന് തിരിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ മാറ്റത്തിന് വിധേയമായി ചിന്തിക്കുന്നതിന് ഉയർന്നു എന്ന ഒരു രീതിയിൽ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളത് മനസ്സിലാക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കുമ്പോൾ അത് പബ്ലിക് എക്കോണമി മാറ്റേഴ്സാണ്. പബ്ലിക് എക്കോണമിയുടെ ഒരു സ്ക്രൂട്ടനൈസിങ് എന്ന ഒരു വ്യൂവിലാണ് ഞാനത് പറയുന്നത്. എത്രമാത്രം പണമാണ് ഈ ഇൻഡസ്ട്രിയിലേക്ക് എത്തിച്ചേരുന്നത്, ആ ഇൻഡസ്ട്രി വഴി ഒരാൾ എത്രത്തോളമാണ് സമ്പന്നനാവുന്നത്, അത് എന്ത് ബേസിലാണ് സമ്പന്നനാവുന്നത്? നമ്മളുടെയൊക്കെ മസ്തിഷ്കങ്ങളെ ഹൈജാക്ക് ചെയ്ത് തന്നെയാണ് ആ സമ്പന്നതയിലേക്ക് അവർ എത്തിച്ചേരാൻ പറ്റുന്നത്. എൻ്റർടൈൻമെൻറ്റ് സമൂഹത്തിന് വേണം, നമുക്കെല്ലാം എൻ്റർടൈൻമെൻറ്റ് വേണ്ടത് തന്നെയാണ്. പക്ഷെ നമ്മൾ ആ എൻ്റർടൈൻമെൻറ്റിന് എത്ര രൂപ പേ ചെയ്യണം, അതിൻ്റെ വെർത്ത് എന്താണ്, ആ വെർത്ത് നമ്മൾ മനസ്സിലാക്കണം. എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നവർക്ക്, ഇപ്പം ഞാനിപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്യണം, അല്ലെ നമ്മൾ എൻ്റർടൈൻമെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു വർക്കറാണെങ്കിൽ ഞാൻ അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ എൻ്റർടൈൻമെൻറ്റ് ഫീൽഡിൽ ഒരാൾ നമ്മളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുമ്പോൾ, നമ്മളെ എൻ്റർടൈൻഡ് ആവുമ്പോൾ, എനിവേ ആ എൻ്റർടൈനറിന്, ആ വർക്കറിന്, അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് ആ വർക്ക് ഈസ് ഗ്രേറ്റ്. എനിവേ ദ വർക്ക് ഈസ് ഗ്രേറ്റ്. വർക്ക് അല്ലെങ്കിൽ ആ എഫേർട്ട് എന്ന് പറയുന്നത് ആ സിൻ ഇറ്റ് സെൽഫ്, അത് ആ എഫേർട്ടിന് നമ്മൾക്കൊരു വാല്യൂ ഉണ്ട്. ആ വാല്യൂവിന് ഒരു പേയ്മെൻറ്റും ഉണ്ട്. ആ പേയ്മെൻറ്റ് ഏത് രീതിയിലാണ് അതിൻ്റെ സ്കെയിൽ പോകുന്നത്, അതിനൊരു സ്കെയിലിങ് വേണ്ടേ, അതിനൊരു സ്കെയിൽ ചെയ്യുന്നൊരു പോയിൻ്റ് വേണ്ടേ? അപ്പോൾ ഈ സ്റ്റാർഡം വിട്ടുകൊണ്ട് ഈ ആള് ഒരു ഞാനെന്ന ബിംബം ഒരു സ്റ്റാർ കാറ്റഗറി വരുമ്പോൾ എനിക്ക് എന്ത് ബേസിലാണ് നമ്മൾ അത്രയും പേയ്മെൻറ്റ് കൊടുക്കാൻ നമുക്ക് പറ്റുന്നത്? എന്ത് ബേസിലാണ് ഞാനിപ്പോൾ ഒരു സ്റ്റാർ ആവുന്നു, അല്ല നമ്മളിപ്പോൾ ഒരു സ്റ്റാർ ആവുന്നു. ആ സ്റ്റാർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡ് വാല്യൂ പോലൊരു ഒരു വാല്യൂ അയാളിൽ നിക്ഷിപ്തമാവുകയാണ്. എന്ത് ബേസിലാണ് ആ വാല്യൂ നിക്ഷിപ്തമാവുന്നത്? അവിടെ അങ്ങനെ ഒരു സാധനം തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അത് എക്സിസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ്. അവരത് നമ്മളെ വളരെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ഇൻട്രസ്റ്റുകൾ മീറ്റ് ചെയ്യാനും അവരുടെ സുഖജീവിതത്തിനും വേണ്ടി അവർ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ഐറ്റം മാത്രമേ ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ആൾക്ക് അയാൾ അങ്ങനെ ആയതുകൊണ്ട് നമ്മളെന്തിനാ ഇത്രയും പേയ്മെൻറ്റ് ചെയ്യുന്നത്? അവിടെയാണ് ഞാൻ പറയുന്നത്, അത് നമ്മുടെ ഭൗതികതയെ നശിപ്പിച്ചുകൊണ്ടേ അവർക്ക് ആ കർമ്മത്തിൽ ഏർപ്പെടാൻ പറ്റുള്ളൂ. ഒരിക്കലും ഈ കർമ്മ പരിപാടി കലയെ കൊല്ലാതെ ചെയ്യാൻ പറ്റില്ല. ഇത് കലയെ കൊന്നുകൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ എങ്ങനെയാണ് അവർക്കത് നേടാൻ കഴിയുന്നത്? കുറച്ച് അഭിനയിക്കുന്നു, നമ്മളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുന്നു, പക്ഷേ അത് എന്ത് ബേസിലാണ് നമ്മൾ ആ പേയ്മെൻറ്റ് കൊടുക്കുന്നത്? അതിന് പേയ്മെൻ്റ് ഉണ്ട്, തീർച്ചയായും പേയ്മെൻ്റ് ഉണ്ട്. അതിൽ നിന്ന് റവന്യൂ അവർക്ക് കിട്ടണം. പക്ഷേ അതിനൊരു അക്കൗണ്ട്സ് വേണ്ടേ? അത് അക്കൗണ്ടബിൾ ആവണ്ടേ? അതിന് നമ്മളൊരു ആസ് എ സിറ്റിസൺ നമ്മളത് ഓഡിറ്റ് ചെയ്യണ്ടേ? അത് പബ്ലിക് എക്കോണമി മാറ്റേഴ്സ് കൂടിയല്ലേ അത്? ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവർ ഈ ലക്ഷറി വാച്ചസും ഇവരുടെ ലക്ഷറി കാർ കളക്ഷനും കണ്ട് അന്തം വിട്ട് വായും പൊളിച്ച് നിൽക്കുന്ന മൂഞ്ചിയ മനുഷ്യരായി മാറുവാണോ നമ്മൾ ചെയ്യേണ്ടത്? എന്ത് ബേസിലാണ് അവർക്കത് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നത്? നമ്മളെയൊക്കെ വിഡ്ഢികളാക്കുകയാണല്ലേ ചെയ്യുന്നത്, നമ്മളെ കുരങ്ങ് കളിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. അല്ലാതെ എങ്ങനെയാണ് അവർക്കത് നേടാൻ കഴിയുന്നത്? നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ?